മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയിൽ ഇടിത്തിയായി വീണ്ടും ലാവ്ലിൻ കേസ്. മകൾ വീണ വിജയനെതിരായ SFIO കേസ് CPMനും മുഖ്യമന്ത്രിക്കും സൃഷ്ടിക്കുന്ന തലവേദനയ്ക്ക് പിന്നാലെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയോ അതിനുശേഷമോ സുപ്രീം കോടതി ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത്. പിണറായിയും CPMും ഒരുപോലെ ആശങ്കയിലാണ്. 38 തവണയാണ് കേസ് കോടതി മാറ്റിവെച്ചത്. മിക്കപ്പോഴും CBI ആണ് പിണറായി സഹായിച്ചെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അഭിഭാഷകന് പനിയാണെന്ന കാരണം പറഞ്ഞു പോലും കേസ് മാറ്റിവെക്കുകയുണ്ടായി. എന്നാൽ തിരഞ്ഞെടുപ്പിന് വേണ്ടി കേന്ദ്രം കാത്തിരിക്കുകയാണെന്നാണ് സൂചന. വിചാരണ കോടതിയും ഹൈക്കോടതിയും പിണറായിയെ കുറ്റവിമുക്തനാക്കിയെങ്കിലും ചില നിയമവിദഗ്ധർ അതിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഏർലി പെറ്റീഷൻ നൽകി കേസ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പിണറായി സുപ്രീം കോടതി സമീപിക്കാത്തതും ദുരൂഹതയ്ക്കിടയാക്കുന്നു. വീണ്ടും വിചാരണയുണ്ടായാൽ തനിക്ക് തിരിച്ചടിയുണ്ടാകുമോ എന്ന് അദ്ദേഹം ഭയക്കുന്നുണ്ടായിരിക്കാം. കേരള ഹൈക്കോടതിയിൽ CBI കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ കേസിലെ പ്രതിയായ ലാവ്ലിൻ കമ്പി വൈസ് പ്രസിഡന്റ് ക്ലൗസ് ടെൻഡറിനെ ഇന്ത്യയിലെത്തിക്കാൻ കാലതാമസം നേരിടുന്നതിനാൽ കുറ്റപത്രം സ്പ്ലിറ്റ് ചെയ്ത് വിചാരണ നടത്തണമെന്നും കേസ് തന്റെ രാഷ്ട്രീയ ഭാവിക്ക് തടസ്സമാണെന്നും കാട്ടി പിണറായി വിജയൻ ഏർലി ഹിയറിംഗ് പെറ്റീഷൻ നൽകിയിരുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് പിണറായിയെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ നൽകിയ ഹർജിയിൽ വാദം കേട്ട് കോടതി തീരുമാനം പറയുമെങ്കിൽ രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ട സംഭവമാകും. ഇലക്ഷന് മുൻപ് അനുകൂലമായ വിധി വരികയാണെങ്കിൽ പിണറായിയുടെ കസേരയുടെ ഉറപ്പ് കൂടും. എന്നാൽ കുറ്റവിമുക്തനാക്കിയ വിധി റദ്ദാക്കുകയും വിചാരണ നേരിടണമെന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്താൽ പിണറായിയുടെ വാട്ടർലൂ ആയിരിക്കും. മുഖ്യമന്ത്രി കസേരയ്ക്കൊപ്പം പ്രതിച്ഛായ നഷ്ടപ്പെടും. മടിയിൽ കനമുള്ളവന് വഴിയിൽ ഭയന്നാൽ മതി എന്ന പിണറായിയുടെ പ്രസിദ്ധമായ വാചകത്തിൻ്റെ പൊള്ളത്തരം ജനത്തിന് മനസ്സിലാകും. പതിറ്റാണ്ടുകളായി കേരള രാഷ്ട്രീയം അടക്കിവാണ സിംഹം നാണം കെട്ട് അഴിമതിയുടെ കറയുമായി പടിയിറങ്ങേണ്ടി വരും. ഇതിനൊപ്പം വീണയുടെ കേസിൻ്റെ കാര്യത്തിലും തീരുമാനമുണ്ടായാൽ അച്ഛനും മകളും ചേർന്ന് പാർട്ടിയെയും സർക്കാരിനെയും തൊലച്ചെന്ന ചീത്തപ്പേര് ചരിത്രത്തിലെന്നും നിലനിൽക്കും. പിണറായിക്കും മകൾക്കും അഗ്നിപരീക്ഷയാണ് വരും മാസങ്ങളിൽ സംഭവിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണയേറ്റ പ്രഹരം ഇക്കുറി ഉണ്ടാവാതിരിക്കാൻ മന്ത്രിമാർ അടക്കമുള്ള പ്രമുഖരെയാണ് കളത്തിലിറക്കുന്നത്. നിലവിൽ സർക്കാരും മുഖ്യമന്ത്രിയും മകളും ഉണ്ടാക്കി വച്ചിരിക്കുന്ന കാര്യങ്ങളെ മറികടന്ന് ജനഹൃദയം കവരാൻ ഈ പ്രമുഖരിൽ ഭൂരിപക്ഷത്തിനും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കൊല്ലത്ത് മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ത് കണ്ടിട്ടാണെന്ന് മനസ്സിലാകുന്നേയില്ല. കൊല്ലം ഇടത് കോട്ടയായിരുന്നുവെങ്കിലും പ്രേമചന്ദ്രൻ വലത്തേക്ക് പോയതോടെയാണ് സ്ഥിതി മാറിയത്. പാർട്ടിയിലെ പിണറായിയുടെ അപ്രമാദിത്വം പൊളിക്കാൻ കാത്തിരുന്നവർ വലിയ സന്തോഷത്തിലാണ്. പിണറായിയെ വീഴ്ത്താനുള്ള ഓരോ നീക്കവും അവർ എതിരാളികൾക്കും മാധ്യമങ്ങൾക്കും ചോർത്തിക്കൊടുക്കുന്നു. സെക്രട്ടറിയിൽ ഇരിക്കുന്ന ഫയലിൻ്റെ കോപ്പി മാത്യു കുഴൽനാടൻ MLA കിട്ടിയത് അങ്ങനെയാണ്. നിയമസഭ നടക്കുമ്പോൾ LDF പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ UDF ക്യാമ്പിലെത്തുകയും പിണറായിയുടെ സർവ്വ പ്ലാനും പൊളിഞ്ഞ സംഭവമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് യോഗത്തിൽ അദ്ദേഹം ക്ഷുഭിതനാവുകയും ചെയ്തിരുന്നു. സീനിയറും കാര്യപ്രാപ്തിയുമുള്ള പല നേതാക്കളെയും യുവാക്കളെയും ഒഴിവാക്കുകയും തൻ്റെ ഏറാൻ മൂളിയായി നിൽക്കുന്നവർക്കും മരുമോനും സ്ഥാനമാനങ്ങൾ നൽകുകയും ചെയ്ത പലർക്കും അത്ര രസിച്ചിട്ടില്ല. AN ഷംസീറിൻ്റെ തന്നെ കാര്യം എടുത്തു നോക്കൂ. സംഘടന രംഗത്ത് തന്നെ മുഹമ്മദ് റിയാസിനേക്കാൾ എത്രയോ സീനിയറും നിരവധി സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള വ്യക്തിയുമാണ്. സ്വരാജും അതുപോലെ തന്നെ. അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് അടുത്ത കാലം വരെ കോഴിക്കോട് എന്ന ഇട്ടാവട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന മുഹമ്മദ് റിയാസിനെ പിണറായി പൊക്കിക്കൊണ്ടുവന്നത്. പാർട്ടിയിലും സർക്കാരിലും ഒരേപോലെ സ്ഥാനങ്ങൾ നൽകി. അതിലുള്ള അതൃപ്തി G സുധാകരനും കടകംപള്ളി സുരേന്ദ്രനുമടക്കം തുറന്നടിച്ചതാണ്. അത്രത്തോളം അസഹിഷ്ണുത പിണറായിക്കും മുഹമ്മദ് റിയാസിനുമെതിരെ പാർട്ടിയിൽ നിലനിൽക്കുന്നുണ്ട്. MA ബേബിയും തോമസ് ഐസക്കും അടക്കമുള്ളവർ അസംതൃപ്തരാണെന്ന് അവരുടെ ഇടപെടലിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് പിണറായിക്കൊരു തിരിച്ചടിയുണ്ടായാൽ എതിർചേരിയിലുള്ളതെല്ലാം ആഞ്ഞടിക്കുമെന്നുറപ്പാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചേർന്ന കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പിണറായിക്കെതിരെ വിമർശനം അതിരുവിട്ടിരുന്നു. നേതൃത്വം ഇടപെട്ടാണ് അന്നത് അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ആഴ്ച ചേർന്ന CPI സംസ്ഥാന കൗൺസിലും പിണറായിക്കെതിരെ ശക്തമായ വികാരമുണ്ടായി. തിരഞ്ഞെടുപ്പ് കഴിയും വരെ അത്തരത്തിലുള്ള ചർച്ചകൾ പാടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം താക്കീത് നൽകിയതോടെയാണ് അത് അവസാനിച്ചത്. ഇതിനെല്ലാം അർത്ഥം അവിടെവിടെയായി പൊട്ടലും ചീറ്റലും തുടങ്ങിയിട്ടുണ്ടെന്നാണ്. അത് ആളിപ്പടരുന്നതിനായി പല സഖാക്കളും കാത്തിരിക്കുകയാണ്.